ഹലോ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് സിനിമാ വാർത്തകളായിട്ട് അനിമേഷൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സുരഭി ചാനൽ. പ്രകമ്പനം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു മലയാളം ഹൊറർ കോമഡി സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. ഒരു ഹോസ്റ്റലിലാണ് സിനിമേൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ കഥ നടക്കാൻ പോകുന്നത്. പടത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഗണപതി, അതുപോലെ തന്നെ സാഗർ സൂര്യ, മല്ലിക സുകുമാരൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാമീൻ, അതുപോലെ തന്നെ വിജേഷ് ആയിരിക്കും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽക്കായിട്ട്. ദുൽഖർ സൽമാൻ വരാൻ പോകുന്ന സിനിമയാണ് കാന്ത എന്ന് പറഞ്ഞ സിനിമ. ഒരു അന്യഭാഷ സിനിമയാണ്. ഓഗസ്റ്റ് 1-നാണ് സിനിമ കേരളത്തിലും അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി. എന്നാലും കാത്തിരിക്കാൻ നമുക്ക് DQന്റെ കാന്ത സിനിമേന്റെ റിലീസിനായിട്ട് ഓഗസ്റ്റ് മാസം. നമ്മുടെ മഹേഷ് അണ്ണന് വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ തന്നെയായിരിക്കും. നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ തന്നെ ഒരുപാട് ആക്ടേഴ്സ് അഭിനയിക്കുന്ന സിനിമയാണ് മഹേഷ് അണ്ണന്റെ MMMN എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ പേര് ഓൾമോസ്റ്റ് ലീക്കായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശ്രീലങ്കയിലെ ടൂറിസം ഇൻസ്റ്റാഗ്രാം പേജ് പോലെ തന്നെ ട്വിറ്ററിൽ ഒരു ഹാൻഡിൽ ഉണ്ട്. ആ ഒരു പേജ് വഴി ഇപ്പോൾ 10 ദിവസത്തെ ഷൂട്ടിനായിട്ട് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ളൊരു ഗ്രൂപ്പ് ഫോട്ടോ പോലത്തെ ഒരു ഫോട്ടോ പുറത്തിട്ടിരിക്കുകയാണ്, സെൽഫി പോലെ. അപ്പോൾ ആ ഒരു ക്യാപ്ഷനായിട്ട് മലയാള സിനിമ പാട്രിയോട്ട് എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് സിനിമേൻ്റെ പേര് അല്ലെങ്കിൽ ടൈറ്റില് പാട്രിയോട്ട് എന്ന്. എന്തായാലും കാത്തിരിക്കും നമുക്ക് മഹേഷ് അണ്ണന്റെ പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. മലയാളത്തിൽ നിന്ന് മറ്റൊരു ക്യാമ്പസ് ലൈഫ് സിനിമ വരാൻ പോവുകയാണ്. ജൂനിയർ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന മനു അശോകനായിരിക്കും. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സിനിമയാണ് ഉയരെ എന്നൊക്കെ പറഞ്ഞ അടിപൊളി സിനിമ. സ്ക്രീൻ പ്ലേ ഡയറക്ഷനൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോബി, സഞ്ജയ് എന്നിവരൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ കഥ നമ്മുടെ അഞ്ജന നായർ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. ശരിക്കും നടന്ന കഥയെ ആസ്പദമാക്കിയിട്ടാണ് പടം വരാൻ പോകുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ജൂനിയർ സിനിമയുടെ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. നമ്മുടെ ടൊവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ഭാഗത്ത് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ലഭിച്ചിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഈ വരുന്ന ആഴ്ചയിലായിട്ട് ആരംഭിക്കാൻ പോവുകയാണ് തൊടുപുഴയിൽ വെച്ച്. പക്ഷേ ഈ കനത്ത മഴ കാരണമാണ് പടത്തിന്റെ ഈ ഒരു ഷൂട്ടിംഗ് അവര് മാറ്റി വെച്ചിരിക്കുന്നത്, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മഴ കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതായിരിക്കും തൊടുപുഴയിൽ വെച്ചിട്ട്. നമ്മുടെ ഡിജോ ജോസ് ആന്റണി ആയിരിക്കും സംവിധാനം ചെയ്യാൻ പോകുന്നത്. വേൾഡ് വൈഡ് ഫിലിംസ് ആയിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം നമുക്ക്. മലയാളത്തിലെ ഏറ്റവും പുതിയൊരു സിനിമ വരാൻ പോവുകയാണ് തിയേറ്റർ റിലീസിനായിട്ട്. ഓട്ടം തുള്ളലാണ്, പാക്കപ്പ് ആയിരിക്കുകയാണ്. മാർത്താണ്ഡനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻ നെല്ലിക്കെട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഭാഗത്ത് ഒരുപാട് അപ്ഡേറ്റ്സ് ഇനി വരും ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ നമ്മുടെ ഷർഫുദ്ദീൻ സിനിമയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. സിനിമയുടെ ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക് അവകാശങ്ങൾ നമ്മുടെ തിങ്ക് മ്യൂസിക് ഇന്ത്യയാണ് മേടിച്ചിരിക്കുന്നത്. രാജേഷ് മുരുകേശനായിരിക്കും പടത്തിൽ മ്യൂസിക് സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഓവർസീസ് പാർട്ട്ണറൊക്കെ നമ്മുടെ ഫാസ്റ്റ് ഫിലിംസ്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ഡ്രീം ബിഗ് ഫിലിംസ് ആയിരിക്കും കേരളത്തിൽ. എന്തെങ്കിലും കാത്തിരിക്കും നമുക്ക് ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഷർഫുദ്ദീൻ സിനിമയ്ക്കായിട്ട്. ഉണ്ണി മുകുന്ദന്റെ എക്കാലത്തെയും വമ്പൻ സിനിമ തന്നെയായിരുന്നു മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. രണ്ടാം ഭാഗം വരത്തില്ലെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. സിനിമയുടെ രണ്ടാം ഭാഗം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് നിലവില്. പടത്തിന്റെ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ തന്നെ ഒരു കമന്റിലായിട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ് ഒരു ആരാധകനായിട്ട്, അതും ഇൻസ്റ്റാഗ്രാം പേജ് വഴി. രണ്ടാം ഭാഗം ഓൾമോസ്റ്റ് നല്ല നെഗറ്റിവിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് ഡ്രോപ്പ് ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സിനിമയിൽ എന്തായാലും അദ്ദേഹം തിരിച്ചു വരുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കും നമുക്ക് മറ്റൊരു സിനിമയ്ക്കായിട്ട്. നമ്മുടെ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമ. അത് ഭാവന സ്റ്റുഡിയോസ് കോംബോയിൽ പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ്. പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല, നിലവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഒക്ടോബർ മാസം 2025 കോട്ടയത്ത് വെച്ചിട്ടായിരിക്കും പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റോയാണ് ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത്. റിട്ടൺ ബൈ നമ്മുടെ ഹരീഷ് ആയിരിക്കും, അതുപോലെ തന്നെ വിനയ് തോമസ്, രണ്ടുപേരും കൂടിയിട്ടായിരിക്കും. എന്തായാലും ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിനായിട്ട് കാത്തിരിക്കാം നമുക്ക്. കൂലി സിനിമയുടെ കാസ്റ്റിന്റെ ഭാഗമായിട്ടൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സിനിമയിൽ നമ്മുടെ കാളി വെങ്കിട്ടും പ്രധാന വേഷങ്ങളിൽ വരാൻ പോകുന്നുണ്ട് കൂലി എന്ന് പറയുന്ന സിനിമയില്. അത് മാത്രമല്ല കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് ആദ്യ ഗാനം പുറത്തിറങ്ങാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ ആദ്യ ഗാനത്തിനായിട്ട് ഈ മാസം അവസാനം. ലാലേട്ടൻ്റെ അമൽനീട് സിനിമയുടെ ഭാഗത്ത് ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. പടം വമ്പൻ സിനിമ തന്നെയായിരിക്കും. കാരണം സിനിമയിൽ ആസിഫ് അലി, സൗബിൻ ഷെഖറൊക്കെ പ്രധാന വേഷങ്ങളിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിന് ഷൂട്ടിംഗ് ഒക്കെ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ ആശീർവാദ് സിനിമാസ് ആയിരിക്കും. ഈ വർഷാവസാനമാണ് പടം റിലീസൊക്കെ പ്ലാൻ ചെയ്യുന്നത്, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ലാലേട്ടൻ്റെ അമൽനീട് സിനിമയ്ക്കായിട്ട്. നമ്മുടെ STR വെട്രിമാരൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന വെട്രിമാരൻ STR സിനിമ ഓൾമോസ്റ്റ് ഒരു കണക്ഷൻ വരുന്ന പോലെ, ഒരു സ്പിൻ ഓഫ്, ഒരു സീക്വൽ പോലെ ആയിരിക്കും വടച്ചെന്നൈ സിനിമേൻ്റെ നമ്മുടെ STR വെട്രിമാരൻ സിനിമേൻ്റെ.
എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു പൊളി പൊളിക്കും. ചെന്നൈ 2 എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. നിലവിലെ ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പ്രൊമോ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതിൽ നമ്മുടെ കെവിൻ, നെൽസൺ ദിലീപ് കുമാർ, നമ്മുടെ ജയിലർ സിനിമയുടെ സംവിധായകൻ, അതുപോലെ തന്നെ അവരൊക്കെ കേമിയോ റോൾ ചെയ്യുന്നുണ്ട് ചെന്നൈയിൻ്റെ, അല്ലെങ്കിൽ അതുപോലെ ആവാൻ ചാൻസ് ഉള്ള ഈ ഒരു സിനിമേൻ്റെ പ്രൊമോ ഷൂട്ടിന്. അതുപോലെ തന്നെ മണികണ്ഠൻ, അതുപോലെ തന്നെ കിഷോറൊക്കെ ഈ ഒരു പ്രൊമോ ഷൂട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. കാത്തിരിക്കുന്ന നമുക്ക് റിപ്പോർട്ട് പോലെ ചെന്നൈയിൻ്റെ ഒരു സ്പിൻ ഓഫോ സീക്വലോ ആവുമെന്ന്. ജിത്തു ജോസഫ് ലാലേട്ടൻ സിനിമയാണ് അദ്ദേഹത്തിന്റെ ദൃശ്യം എന്ന സിനിമയുടെ ഫ്രാഞ്ചൈസി. ഈ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ ഭാഗമാണ് ദൃശ്യം 3 എന്ന് പറഞ്ഞ സിനിമ. ഇതൊരു കൺക്ലൂഷൻ സിനിമയായിരിക്കും. എന്തായാലും ഈ ഒരു പടത്തിന്റെ കഥയ്ക്കായിട്ട് നല്ലൊരു എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. എന്തായിരിക്കും ഈ ഒരു പടത്തിലെ കഥ വരാൻ പോകുന്നത്? ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഈ വർഷം സെപ്റ്റംബർ ആയിരിക്കും ആരംഭിക്കാൻ പോകുന്നത്. സിനിമയുടെ ഹിന്ദി പകർപ്പിന്റെയും ഷൂട്ടിംഗ് ഈ ഒരു മാസമായിരിക്കും വരാൻ പോകുന്നത്. അജയ് ദേവനായിരിക്കും ഹിന്ദി പതിപ്പിൽ അഭിനയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ജിത്തു ജോസഫ് ലാലേട്ടൻ സിനിമയാണ് റാം എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ പടത്തിന്റെ ഷൂട്ടിംഗ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ വമ്പൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്ന് കൺഫേം ആവുന്ന രീതിയിലാണ് മറ്റൊരു അപ്ഡേറ്റ് ലഭിക്കുന്നത്. കാവ്യ ഫിലിംസും സിനിമയിൽ ഭാഗമാവാൻ പോവുകയാണ് നിർമ്മിക്കുന്ന കാര്യത്തില്. ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും തിരിച്ചു വരാൻ പോവുകയാണ്. ഒരു ഗ്രാൻഡ് കംബാക്ക്. അത് മാത്രമല്ല ഒരു ഗ്രാൻഡ് സ്കെയിലായിരിക്കും സിനിമ നിർമ്മിക്കാൻ പോകുന്ന ഇപ്രാവശ്യം. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് കൂടുതൽ സിനിമ വാർത്തകൾക്കിടയിൽ. പക്ഷേ എല്ലാവരും ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോ ചാനൽ.